ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എങ്ങനെയെങ്കിലും നാളത്തെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അച്ഛനോട് പറഞ്ഞ് മാറ്റിവെക്കണം. ഇതെന്റെ റിക്വസ്റ്റാണ്. എനിക്കതെങ്ങനെ അച്ഛനോട് പറയാൻ കഴിയുന്നേട്ടാ? എനിക്കും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അച്ഛന്റെ ആഗ്രഹമല്ലേ. അച്ഛൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല നന്ദേട്ടാ. അത് നന്ദേട്ടന് അറിയാവുന്ന കാര്യമല്ലേ. എനിക്ക് അർച്ചനയോടല്ലാതെ വേറെ ആരോടും ഇത് പറയാൻ പറ്റത്തില്ല. അർച്ചന പറഞ്ഞ അച്ഛൻ കേൾക്കും, അതെനിക്ക് ഉറപ്പാ. അർച്ചനെ ഈ വിഷമഘട്ടത്തിൽ എന്നെ സഹായിച്ചേ പറ്റൂ. അല്ലാതെ എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. അതൊക്കെ ശരിയാണ്. ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഏത് കാര്യവും ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. പക്ഷേ ഇതങ്ങനെയാണോ നന്ദേട്ടാ? നന്ദേട്ടന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടാനോ സംസാരിക്കാനോ ഞാൻ ആളല്ല. നന്ദേട്ടനും അവന്തിയേട്ടത്തെയും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു പോകുന്നത് അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഞാൻ മടുത്തു. ഇനി എനിക്ക് വേണ്ടി കുറച്ചെങ്കിലും ജീവിക്കണം. അതിനുള്ള തയ്യാറെടുപ്പില്ല ഞാൻ. എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് നടന്നേ പറ്റൂ. അതിനിടയിൽ ഈ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കാൻ പാടില്ല. ഇപ്പോ അല്പമെങ്കിലും ജീവിതം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അതും കൂടി കൈവിട്ടു പോയാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. സന്ധ്യ ഡോക്ടറുമായിട്ടുള്ള നന്ദേന്റെ എല്ലാ സൗഹൃദവും അടുപ്പവും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ് ഞാൻ. പല ഘട്ടങ്ങളിലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ അച്ഛന്റെ തീരുമാനത്തിന് മുമ്പിൽ ഞാൻ നിസ്സഹായാണ്. അച്ഛൻ പറയുന്നതിന് വില കൽപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. അല്ലെങ്കിൽ ഇക്കാര്യം നന്ദേട്ടൻ തന്നെ അച്ഛനോട് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാ പിന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. നന്ദേട്ടൻ എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്തേ പറ്റൂ. അപ്പോ അർച്ചനയും എന്നെ കൈ ഒഴിയാണല്ലേ? ഞാൻ നന്ദേട്ടനെ കൈയൊഴിയൊന്നുമല്ല. പക്ഷേ നാളത്തെ ഒരു ദിവസം അച്ഛന്റെ ആഗ്രഹം പോലെ ഈ ചടങ്ങൊന്ന് നടക്കട്ടെ. ബാക്കി കാര്യങ്ങള് അതിനുശേഷം നമുക്ക് തീരുമാനിക്കുന്നില്ലേ നല്ലത്? സാരമില്ല, ഞാൻ അർച്ചനയെ നിർബന്ധിക്കുന്നില്ല. എന്ത് വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. നന്ദേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ. കുടുംബം തകർന്നു പോകുന്ന തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ ചിലപ്പോ നമുക്ക് താങ്ങാൻ പോലും പറ്റിയെന്ന് വരില്ല. ഒരു നിലയില്ല കയത്തിലാണ് ഞാനിപ്പോ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ കച്ചിത്തുരുമ്പ് മാത്രമേ എന്റെ മുന്നിലുള്ളൂ. ഒരു നുറങ്ങു വെളിച്ചം. എന്റെ ജീവിതത്തിൽ അവസാനത്തേതാണെന്ന് എനിക്കറിയാം. അത് കൈവിടാൻ ഞാൻ ദൈവമൊന്നുമല്ല, ഒരു മനുഷ്യനാ, പച്ചയായ മനുഷ്യൻ. അതുകൊണ്ട് എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവില്ല.